അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. പ്രസവ ടൂറിസം നിർത്തും. അതായത് അമേരിക്കയിൽ വന്ന് പ്രസവിച്ച് അമേരിക്കൻ പൗരത്വം കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കുക, പിന്നീട് പേരൻസും പൗരത്വം നേടിയെടുക്കുക. ഇങ്ങനൊരു പരിപാടിയുണ്ട്. അത് നടപ്പാവില്ല. വേണ്ടി വന്നാൽ ഭരണഘടനയുടെ 14-ാം ഭേദഗതി റദ്ദാക്കും എന്നാണ് ട്രംപ് പറയുന്നത്. അതൊരു വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്നൊരു തീരുമാനമല്ലേ? ഭാരതത്തിന് വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഭാരതത്തിൽ ആരെങ്കിലും യാദൃശ്യമായിട്ട് പ്രസവിച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളതല്ലാതെ പ്രസവിക്കാനായിട്ട് അമേരിക്കയിൽ പോയിട്ട് അമേരിക്കൻ പൗരത്വം ഇങ്ങനെയുള്ള ഏർപ്പാടൊന്നും സംഘടിതമായിട്ട് ഭാരതത്തിൽ നടക്കുന്നില്ല. ഒന്നും ഒറ്റയൊക്കെ ഉണ്ടാവും. ട്രംപിൻ്റെ ബേസിക് ഒരു പോളിസി എന്താ? ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അനുവദിക്കില്ല, ലീഗൽ ഇമിഗ്രേഷൻ അനുവദിക്കും. മതിൽ ചാടി വരുന്നത് പറ്റില്ല. ഗേറ്റിൽ വന്ന് ID കാണിച്ച് മര്യാദയ്ക്ക് സെക്യൂരിറ്റി കഴിഞ്ഞിട്ട് അകത്ത് കയറിക്കോ. ഇതാണ്. ഇപ്പം ഈ പ്രസവിച്ച് പൗരത്വം നേടുക എന്ന് പറയുന്നത് ഒരു തന്ത്രമാക്കി മാറ്റിയ ഏതെങ്കിലും ജനതയൊക്കെ ഉണ്ടാവും. മെക്സിക്കനോ അങ്ങനെ പലരും ഒക്കെ ഉണ്ട്. അപ്പം ഇത് ട്രംപിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴായിരിക്കും അങ്ങനെ ഇത് പറഞ്ഞിരിക്കുക. കാരണം അതും ഒരു ലീഗലാണോ എന്ന് ചോദിച്ചാൽ ആണ്. ബട്ട് ഇൻറ്റൻഷനലി പ്രസവത്തിൻ്റെ സമയത്ത് അമേരിക്കയിൽ വരികയും അവിടെ പ്രസവിക്കുകയും എന്നിട്ട് പൗരത്വം ക്ലെയിം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഡിസൈൻ, ആ ഡിസൈൻ ശരിയല്ല. ആ ഡിസൈൻ ഉണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. ആ ഡിസൈൻ ഉണ്ടെന്ന് പറയുന്നു. അങ്ങേർക്ക് അത് പറയാൻ അവകാശമുണ്ട്. അത് സത്യമാണെങ്കിൽ ഈ നിയമം നടപ്പാക്കാനോ ഉള്ള നിയമം എടുത്തു കളയാനോ ഒക്കെ അങ്ങേർക്ക് അവകാശമുണ്ട്. അങ്ങനെ അത് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നേരത്തെ മുതൽ പറഞ്ഞിട്ടുണ്ട്, ഐ ആം നോട്ട് അഗെയിൻസ്റ്റ് ഇമിഗ്രേഷൻ. അമേരിക്കയ്ക്ക് ആൾക്കാരെ വേണം. ജനസംഖ്യയില്ലാതെ വിഷമിക്കുകയാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളും. ഈ യൂറോപ്പിന് സംഭവിച്ചത് എന്താ? അവരുടെ സ്വന്തം ജനസംഖ്യ കുറഞ്ഞു വരുന്നു. അപ്പോൾ അവർക്ക് പുറത്തുനിന്ന് ആളെ എടുക്കേണ്ടി വരുന്നു. പുറത്തുനിന്ന് എടുക്കുന്ന ആളുകൾ ഈ പറഞ്ഞ തല്ലിപ്പൊളികളാകുകയും ചെയ്യും. അങ്ങനെ വന്നാണ് അവരുടെ ഈ ഡെമോഗ്രാഫിക് ബാലൻസ് തെറ്റിപ്പോയത്. ദേ നീഡ് പീപ്പിൾ. ഇപ്പോൾ ട്രംപും സമ്മതിക്കുന്നുണ്ട്, യെസ് വി നീഡ് പീപ്പിൾ, ബട്ട് ലെജിറ്റിമേറ്റ് ആയിട്ട് വരണം ആൾക്കാർ, ലീഗലായിട്ട് വരണം. ഇല്ലീഗലായിട്ട് ഇവിടെ ആൾ കുറവാണെന്ന് പറഞ്ഞിട്ട് ചുമ്മാ തള്ളിക്കയറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ട്രംപ് പറയുന്ന പ്രായോഗികമാണോ? 1.5 മില്യണൊക്കെ ഉണ്ട് അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറയും. ഇവരെയൊക്കെ ഡിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? വിചാരിച്ചാൽ ഡിപ്പോർട്ട് ചെയ്യാൻ പറ്റും. എത്ര വിമാനങ്ങൾ വേണ്ടി വരും? എത്ര മാൻ പവർ ചിലവഴിക്കണം? പതുക്കെയുള്ള പ്രോസസ്സാണത്. ഡിപ്പോർട്ടേഷൻ ഇസ് എ വെരി ലോങ് പ്രോസസ്സ്. ഇപ്പോൾ 1.5 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ലക്ഷം. 15 ലക്ഷം ആൾക്കാരെ ഡിപ്പോർട്ട് ചെയ്യാനായിട്ട് ഓരോ കപ്പലായിട്ട് 1ഉം 2ഉം കപ്പലിലൊക്കെ ഇങ്ങനെ മറ്റേത് സുനിൽ പറയുന്നത് ഇവാക്യുവേഷനാണ്. ഒരു എമർജൻസി വന്നു കഴിയുമ്പോൾ വിമാനം അയച്ചിട്ട് ആൾക്കാരെ മാറ്റുന്നത്. ഡിപ്പോർട്ടേഷൻ ഇസ് എ സ്ലോ പ്രോസസ്. അതുകൊണ്ടാണ് അതിന് ഡിറ്റൻഷൻ സെൻ്ററൊക്കെ ഉണ്ടാക്കുന്നത്. ഇവരെ അയക്കുന്ന രാജ്യങ്ങൾ സ്വീകരിക്കണ്ടേ? സ്വീകരിക്കണം. അതും ഒരു പ്രശ്നമാണ്. അവരുമായിട്ട് സംസാരിച്ച് അവർ ശരിയാണ്, ഞങ്ങളുടെ ആൾക്കാരാണ്, സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവരുമായിട്ടും കരാറുണ്ടാക്കിയിട്ട്, നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ ഡിറ്റൻഷൻ സെൻറ്റർ. ഇപ്പം അനധികൃത ബംഗ്ലാദേശിയെ പിടിച്ചു, ഉടനെ അടുത്ത ട്രെയിൻ കയറി അയാൾ ബംഗ്ലാദേശ് വേലിക്കപ്പുറത്തേക്ക് അങ്ങ് തള്ളുകയല്ല ചെയ്യുന്നത്. ഇവിടെ ഡിറ്റൻഷൻ സെൻ്ററുണ്ട്. CAA വിരുദ്ധനാണെന്നൊക്കെ പറയുമെങ്കിലും പിണറായി വിജയൻ തന്നെ ഡിറ്റൻഷൻ സെൻറ്റർ കെട്ടിയിട്ടുണ്ട്. സെൻ്ററുകളുണ്ട്. അവിടെയാണ് ഇവർ താമസിപ്പിക്കുന്നത്. അതായത് ഒരു ജയിലല്ല, പക്ഷേ പുറത്ത് കടക്കാനും പറ്റില്ല. ഒരു മതിൽക്കെട്ടിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ആ രീതിയിൽ അവരെ താമസിപ്പിച്ച് ഈ ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ട് ബാച്ചായിട്ട് അവരെ തിരിച്ചയക്കും. ഇത് പോസിബിളാണ്. ഇറ്റ് ഈസ് എ ലോങ് പ്രോസസ്സ്. വർഷങ്ങളെടുക്കും അതിന്. പക്ഷേ ഇത് ഞാൻ ചോദിച്ചത്, ഇതിൻ്റെ ചില നമ്മൾ ഇന്ത്യൻ ഒരു സെനോറിയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നടക്കുന്നില്ലേ ബൈ ബർത്ത്, ജന്മം കൊണ്ട് പൗരത്വം കിട്ടുന്നുണ്ട്. നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ജാർഖണ്ഡിൻ്റെ കാര്യം പറയുന്നുണ്ട്. അവിടെ ഈ സാന്താൾ വിഭാഗമുള്ളിടത്തേക്ക് ഈ ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറിവിട്ട് നമ്മുടെ ഡെമോഗ്രാഫി മാറ്റുന്നു. അവരിവിടെ സ്ത്രീകളെ കല്യാണം കഴിച്ച് ഭൂവുടമകളാവുന്നു എന്നൊക്കെ പറയുമ്പോൾ ജനനം കൊണ്ട് പൗരത്വം കിട്ടുമെന്നുള്ളത് ഇന്ത്യയിലും ചിലയിടത്തെങ്കിലും പ്രശ്നമല്ലേ? നമുക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഒരു പൗരത്വ കാർഡ് നമുക്കില്ല. നമ്മുടെ ഒരു ID കാർഡും പൗരത്വ കാർഡല്ല. അപ്പോൾ ഒരാൾ പൗരനാണെന്ന് ക്ലെയിം ചെയ്താൽ അല്ല എന്ന് സർക്കാരിനോ ആണ് എന്ന് ഇയാളുടെ കയ്യിലോ ഒരു തെളിവുമില്ല. അതാണ് നമ്മുടെ സമ്പ്രദായം. നമുക്ക് റേഷൻ കാർഡുണ്ട്, ഇലക്ഷൻ ID കാർഡുണ്ട്, ആധാറുണ്ട്, പാസ്പോർട്ടുണ്ട്. പക്ഷേ ഈ നാലും
പൗരത്വ രേഖയല്ല. ഈ 4 എഴുതിയിട്ടുണ്ട്, ഇത് പൗരത്വത്തിന് വേണ്ടി ഉള്ള രേഖയല്ല എന്ന് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ പൗരത്വത്തിൻ്റെ രേഖ ഏതാ? അതിനെ ഉണ്ടാക്കണം. അതാണ് NCR, നാഷണൽ സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ. ഇതുണ്ടാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രതിപക്ഷ ഗ്രൂപ്പ് ബഹളം വയ്ക്കുന്നത്. കാരണം ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ പൗരനാരാ, ഇവിടുത്തെ പൗരനല്ലാത്തതാരാ എന്ന് തിരിച്ചറിയും. തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെപ്പോലെ കുറച്ച് പേരെങ്കിലും പറയും ഇവിടുത്തെ പൗരൻ അല്ലാത്തവരെ പുറത്താക്കണമെന്ന് പറയും. അപ്പോൾ പുറത്തു പോകുന്നത് ഈ രാഷ്ട്രീയ കക്ഷികളുടെ മേജർ വോട്ടർമാരായിരിക്കും. ഇന്ത്യയിൽ സാധാരണ ചെയ്യുന്ന പുറത്തുനിന്ന് ഒരാളെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവനെ ഇലക്ഷൻ ID കാർഡ് കൊടുപ്പിക്കുക, എന്നിട്ട് എനിക്ക് വോട്ട് ചെയ്യുക. ഇതാണ് എൻ്റെ ഉദ്ദേശം. വേറെ ഒരു ഉദ്ദേശവും എനിക്കില്ല. അവൻ കഞ്ഞി കുടിച്ച് കിടക്കണമെന്നോ സഹായമായിട്ടൊന്നുമല്ല, ആ വോട്ടിന് വേണ്ടി മാത്രം ചെയ്യും. ഇത് ബംഗാളിൽ ചെയ്തു, ജാർഖണ്ഡിൽ ചെയ്തു. ഇപ്പോൾ ബംഗാളിൽ നോക്ക്, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് 6 സീറ്റിൽ 6 സീറ്റും മമതാ ബാനർജി തൂത്തുവാരി. ആരുടെ വോട്ട്? ഈ RGക്കർ മെഡിക്കൽ കോളേജിലെ പ്രശ്നത്തിന് ശേഷം മമതാ ബാനർജിയുടെ പോപ്പുലാരിറ്റി തീരെ കുറവായിരുന്നു. ഗ്രാമാന്തരങ്ങളിൽ അവർക്കെതിരെ വലിയ പ്രകടനവും റാലിയൊക്കെ നടന്നു. പക്ഷേ വോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പഴയതിലും വലിയ ഭൂരിപക്ഷത്തോടെ മമതയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു. ഇത് ഉത്തർപ്രദേശിൽ സംഭവിച്ചില്ല. ഉത്തർപ്രദേശിൽ 9 സീറ്റിൽ 7 സീറ്റും യോഗി പിടിച്ചു. നേരത്തെ 6 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 7 പിടിച്ചു. 2 സീറ്റ് സമാജ്വാദി പാർട്ടിക്ക് കിട്ടിയുള്ളൂ. എന്താ ഉത്തർപ്രദേശിലെ ഇക്വേഷൻ ബംഗാളിൽ വർക്ക് ചെയ്യുന്നത്? ഈ പറഞ്ഞ അനധികൃത വോട്ടർമാരാണ്. ജാർഖണ്ഡിൽ അതുപോലെ ഈ വെള്ളം കോരുകയും വിറക് വിട്ടുകയൊക്കെ ചെയ്തിട്ട് ജാർഖണ്ഡിൽ BJP തോറ്റുപോയി. BJP റേസ് ചെയ്ത ഇഷ്യൂ തന്നെ ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെയാണ്. ബട്ട് അവിടെ ഡെമോഗ്രഫി മാറിക്കഴിഞ്ഞു. ഇനി അതിന് വേറെ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കുകയല്ലാതെ മാർഗമില്ല. BJP തോറ്റുപോയി. അല്ല, ഇതൊരു വലിയൊരു പ്രശ്നമല്ലേ രാജ്യത്തെ? വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. പക്ഷെ നമ്മുടെ ഭരണാധികാരി ഇത് അഡ്രസ്സ് ചെയ്യുന്നില്ലല്ലോ. ഓൺ റെക്കോർഡ് 40,000 റോഹിംഗ്യ മുസ്ലിംസ് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലല്ല, ജമ്മുവിലുണ്ട്. 40,000 ജമ്മുവിൽ മാത്രം. ജമ്മു എന്ന് പറഞ്ഞാൽ ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണ്. അതെ. എങ്ങനെ വന്നു ഈ റോഹിംഗ്യ? റോഹിംഗ്യ വന്നത് ബർമയിൽ നിന്നാണ്, മ്യാൻമറിൽ നിന്നാണ്. മ്യാൻമറിൽ നിന്ന് ജമ്മു വരെ എത്താനായിട്ട് എത്ര സംസ്ഥാനങ്ങൾ കിടക്കണമെന്ന് നോക്കുക. എങ്ങനെ അവരവിടം വരെ എത്തി? അതുവരെ സർക്കാർ എന്ത് ചെയ്യുമായിരുന്നു? എന്നാൽ അതിൽ 4 എണ്ണത്തെയോ മറ്റോ തിരിച്ചയക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തു. അങ്ങനെയൊന്നും നിങ്ങൾക്ക് തിരിച്ചുവിടാൻ പറ്റില്ല. ഇന്ത്യ ഒരു ധർമ്മസത്രമായിട്ട് മാറിക്കഴിഞ്ഞു ഏകദേശം. ആർക്ക് വേണമെങ്കിലും വന്ന് താമസിക്കാം, ഒരു കുഴപ്പമില്ല. അവർക്ക് കുഴപ്പമുണ്ടാക്കാം, ഇവിടുത്തെ ആളും മിണ്ടാൻ പാടില്ല. ആ നിയമത്തിലാണ് ഇന്ത്യ ഓടിക്കൊണ്ടിരിക്കുന്നത് കുറേ കാലമായിട്ട്. ബംഗ്ലാദേശി മുസ്ലിംസ് അവരെ പ്രത്യേക അവകാശങ്ങൾ കൊടുക്കണം. റോഹിംഗ്യ മുസ്ലിംസ് അവരെ തൊടാനേ പാടില്ല. അവരെ കണ്ടാൽ നമ്മൾ വച്ചാനിക്കണം. നമ്മളെ കണ്ടാൽ പോലീസ് ഓടിച്ചിട്ട് തല്ലുകയും ചെയ്യും. ഇതാണ് അവസ്ഥ. അല്ല, ഇപ്പോൾ 3-ാമത്തെ ടൈമിൽ നരേന്ദ്രമോദി ഭരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. അപ്പോൾ ഈ ഒരു 5 വർഷത്തിനിടയ്ക്കും, 10 വർഷം പോയി, 5 വർഷത്തിനിടയ്ക്കും ഇതിനൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല. ഉടനെ എന്തെങ്കിലും മാറ്റം വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാറ്റം സുപ്രീം കോടതി സമ്മതിക്കില്ല. സുപ്രീം കോടതി ഇതിൽ വലിയൊരു പ്രശ്നമാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും മറിയാൻ സർക്കാരിന് സമ്മതിക്കില്ല. ഈ ഇമിഗ്രൻസിൻ്റെ കാര്യത്തിൽ, സ്വീപ്പിംഗ് ആയിട്ടല്ല ഞാൻ പറയുന്നത്, ഇമിഗ്രൻസിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ സുപ്രീം കോടതി എപ്പോഴും അവർക്ക് അനുകൂലമായൊരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഒരു മനുഷ്യനെ ഡീപ്പോർട്ട് ചെയ്യാൻ സുപ്രീം കോടതി സമ്മതിച്ചിട്ടില്ല. അതെന്തായിരിക്കും? കോടതിയുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ചില കാര്യങ്ങളിൽ കോടതിക്ക് ചില ഒരു കൺവെൻഷനലി അവർ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ മുമ്പൊരിക്കൽ പറഞ്ഞു കോടതിയുടെ മുമ്പിൽ, നമ്മൾ ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, കോടതിക്കിപ്പോൾ ആസ് പെർ ദ റൂൾ നിയമം അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ട് അതല്ല ഇതാണ് വസ്തുത എന്ന് ബോധ്യപ്പെടുത്തിയാൽ കോടതികൾക്ക് മാറ്റം വരുമെന്ന് പറയുന്നു. ഈ കാര്യത്തിലും അങ്ങനെ സംഭവിക്കണ്ടേ? ഈ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാത്തത് ഈ കോടതിയുടെ ഒരു പ്രീസെറ്റ്, ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെന്ന്. അത് വെച്ചിട്ടാണ് കോടതി ഈ പ്രശ്നത്തെ കാണുന്നത്. ഈ സർക്കാർ ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇത് സംഭവിക്കണമെങ്കിൽ ഞാൻ പറയാം, ഒരു റോഹിംഗ്യ മുസ്ലിം ഒരു സുപ്രീം കോടതി ജഡ്ജിൻ്റെ വീട്ടിൽ മതിൽ ചാടി കയറി താമസിക്കണം. ആൻഡ് ദെൻ യു സീ ചേഞ്ച് വരും. ദേഹത്ത് കൊള്ളണം.
അതുവരെ അവർ കൺവിൻസ്ഡ് ആകുന്നില്ല. ശരി, അതുകൊണ്ട് 40,000 പേരെ അവിടെ താമസിക്കുന്ന സ്ഥലമില്ലേ? ഇന്ത്യയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ, വെറുതെ അവരെ ഉപദ്രവിക്കാതെ. ഈ രീതിയിൽ കോടതിക്കും പലപ്പോഴും ഈ പ്രൊപഗാൻഡ കോടതിയെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റോഹിംഗ്യ മുസ്ലിങ്ങൾ മ്യാൻമറിൽ നിന്നും പുറത്താക്കപ്പെട്ട മുസ്ലിങ്ങളാണ്. മ്യാൻമറിനെതിരെ ഒരു പ്രകടനം നാളിതുവരെ സുനിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. മുസ്ലിങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടില്ല. ബട്ട് ഇസ്രായേലിനെതിരെയോ ഭീകരമായ പ്രകടനം, പാലസ്തീൻ ഐക്യദാർഢ്യം, ഇതൊക്കെ നടക്കുന്നു. ബർമ്മ, മ്യാൻമർ എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്ക്, ഒരക്ഷരം കേരളത്തിലെ പൊളിറ്റീഷ്യനോ ഇന്ത്യൻ പൊളിറ്റീഷ്യനോ മിണ്ടാത്തത് എന്താ? അവരല്ലേ ഈ റോഹിംഗ്യ മുസ്ലിങ്ങളെ അടിച്ചോടിച്ചത്. അവരെ ഒരു തവണയെങ്കിലും ഒന്ന് കുറ്റം പറയണ്ടേ? പറയില്ല. അവരെ സ്വീകരിച്ച് അവർക്ക് പൗരത്വം കൊടുക്കാത്തതിന് മോദിയെ കുറ്റം പറയുന്നത്. മോദിയെ കുറ്റം പറയും, അപ്പോഴും ബർമ്മയെ കുറ്റം പറയില്ല. അതാണ് നരേറ്റീവ് എന്ന് പറയുന്നത്. വിദഗ്ധമായിട്ട് ബർമ്മയടക്കം ഒക്കെ ചെയ്തിരിക്കുന്ന നരേറ്റീവ് ഇതാണ്. ഞാനൊരാളെ പുറത്താക്കി, ആ പുറത്താക്കിയ ആളിനെ സുനിൽ താമസിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് സുനിലിനെ വഴക്ക് പറയും, എന്നെ വഴക്ക് പറയില്ല. പുറത്താക്കി എന്നെ പറ്റി ഒരു അക്ഷരം മിണ്ടില്ല. ഞാൻ അത്ഭുതത്തോടെ എത്ര വർഷമായി ഞാൻ നോക്കുന്നു. ഈ റോഹിംഗ്യ മുസ്ലിങ്ങളുടെ പ്രശ്നം എന്താ അവരെ റോഹിംഗ്യ മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്നത്? നാട്ടിലെ ബാക്കി എല്ലാ മുസ്ലിങ്ങളും മുസ്ലിങ്ങളാണ്, ഈ മുസ്ലിങ്ങൾ മാത്രം റോഹിംഗ്യ മുസ്ലിങ്ങളാണ്. അതെന്താ? തണ്ടാം പ്രഭാകരൻ എന്ന് ഒരാളെ മാത്രം വിളിക്കുന്ന പോലെ. തണ്ടാന്മാർ ഒരുപാടുണ്ട് നാട്ടിൽ, പക്ഷെ ഒരാളെ തണ്ടാം പ്രഭാകരൻ എന്ന് വിളിക്കും. അപ്പോൾ എന്തോ പ്രശ്നമുണ്ട്, പ്രഭാകരൻ്റെ ഭാഗത്ത് എന്തോ പ്രശ്നമുണ്ട്. മറ്റെല്ലാ തണ്ടാന്മാർക്കും ഇല്ലാത്ത ഒരു പ്രശ്നം പ്രഭാകരനുണ്ട്. പ്രഭാകര. ഏതായാലും വളരെ കൗതുകരമായ കാര്യങ്ങളാണ്. കൗതുകരമല്ല, കൗതുകമായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഒരു വലിയ ഭീഷണിയാണ്. രാജ്യമില്ലാത്തൊരു അപകടാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അതിർത്തിയിലെ പല ജില്ലകളിലും നമുക്ക് പോയി എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. അതിർത്തിയിൽ ഞാൻ പറയാം, 800 തെഹസീലുകളാണ് ഭാരതത്തിൻ്റെ അതിർത്തിയിൽ. തെഹസീൽ എന്ന് പറയും, തഹസീൽദാർ. തഹസീൽദാരുടെ ഒരു ഏരിയ ഉണ്ട്, അതിനാണ് തെഹസീൽ എന്ന് പറയുന്നത്. ഈ 800-ൽ 800-ൻ്റെയും ഡെമോഗ്രഫി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ അതിർത്തി തഹസീലുകളുടെയും ഡെമോഗ്രഫി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ 800 ജില്ലകളുണ്ട്. അതിൽ 200 ജില്ലകളിലെ ഡെമോഗ്രഫി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മതം ഞാൻ പറയില്ല. പറയണ്ട, അറിയാമല്ലോ. അല്ല, അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ അതിർത്തിയുടെ കാവൽ എത്രമാത്രം ശക്തമാണ് എന്നൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. അതിർത്തി പോട്ടെ, നമ്മളിപ്പോൾ അതിർത്തിയിലാണ് താമസിക്കുന്നത്. പറഞ്ഞ എറണാകുളത്തുകാർ സമ്മതിക്കുക ഇല്ല. ഈ അറബിക്കടലാണ് നമ്മുടെ അതിർത്തി. ആൾക്കാരുടെ ധാരണ അതിർത്തി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് വടക്കല്ലേ എന്ന്. അല്ല, എറണാകുളത്തെ അതിർത്തിയിലാണ് നമ്മുടെ സതേൺ നേവൽ കമാൻഡ്, വെല്ലിംഗ്ടൺ ഐലൻഡിൽ. സതേൺ നേവൽ കമാൻഡിൻ്റെ നടുക്ക് കൂടെ സിവിലിയൻസ് എന്നെ പോലെയുള്ള തല്ലിപ്പൊളികൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയില്ലേ. ആ ഒരു മതിലും ഒരു കമ്പി വേലി ഇട്ടിട്ടുണ്ട്. ഒരു 2 റോക്കറ്റ് ആ റൺവേയിലേക്ക് ഇടാൻ വലിയ കാര്യമാണ്. പോയില്ലേ, സതേൺ നേവൽ കമാൻഡിൻ്റെ മെയിൻ റൺവേ നശിപ്പിക്കാൻ എനിക്ക് 10 സെക്കൻഡ് മതി. സതേൺ നേവൽ കമാൻഡിനും പ്രയാസമില്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് പ്രയാസമില്ല, നാട്ടുകാർക്കും പ്രയാസമില്ല. നമ്മുടെ കൺമുമ്പിൽ കാണുന്നതാണ്. അതെ, സതേൺ നേവൽ കമാൻഡിൻ്റെ നെഞ്ചത്തുകൂടെ സിവിലിയൻസ് പോകുന്നു. ഐ ഹാവ് നോട്ട് സീൻ എനിവെയർ എൽസ്. അതിർത്തി ലംഘിച്ച് വന്നാൽ വെടിവെക്കുന്നൊരു പോസ്റ്റർ മാത്രമുണ്ട്. അത് ലംഘിച്ച് വന്ന് പിന്നെ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വെടിവെക്കുമായിരിക്കും. ബട്ട് യുവർ റൺവേ ഹാസ് ബീൻ ഡാമേജ്ഡ്. കഴിഞ്ഞ് നിങ്ങൾക്കൊരു റൺവേ ഉണ്ടാക്കാൻ ദിവസം ഇത്ര എടുക്കും. ആ മതിലിന് പുറത്തൊരു കാവൽ പോലും ഇല്ല. മതിലിന് പുറത്ത് റോഡിൽ എത്ര ട്രാഫിക് അതിലാണ് പോകുന്നത് അല്ലേ? ആ ട്രാഫിക് അനുവദിച്ചുകൂടാ. അതിന് വേറെ എന്തെങ്കിലും അല്ലെ, വേറെ എന്താ വഴി? ഇത് കണക്ട് ചെയ്യേണ്ടേ പശ്ചിമ കൊച്ചിയും എറണാകുളവും. വേറെ വഴിയുണ്ട്, അത് ചെയ്തേ പറ്റുള്ളൂ. അതാണ് ചെയ്യേണ്ടത്. എത്ര വർഷമായി ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. ഇറ്റ്സ് നോട്ട് അഡ്വൈസബിൾ. അത് കൊമേഴ്ഷ്യൽ പോർട്ടായിട്ടാണ് വെല്ലിംഗ്ടൺ ഐലൻഡ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പിന്നീടാണ് സതേൺ നേവൽ കമാൻഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആകുന്നത്. ഒരിക്കൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സ്, നേവൽ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് നാട്ടിലെ കണ്ടവനും കടിയനും ഒക്കെ കയറി പോകുക എന്ന് പറഞ്ഞാൽ എന്താ പരിപാടി? ഒരു വശത്ത് അവരുടെ റെസിഡൻഷ്യൽ ഏരിയ, മറുവശത്ത് ഡിഫൻസ് ഇൻസ്റ്റലേഷൻ, നമ്മളുടെ യുദ്ധക്കപ്പലുകൾ വേറെ എന്തൊക്കെ അതിനകത്തുണ്ടെന്ന് ആർക്കും അറിയില്ല. അല്ല, അതിലേ പോകാറുണ്ടെങ്കിലും ഞാനിത് ആലോചിച്ചിട്ടില്ല. ഇപ്പോഴാണ് ആലോചിക്കുമ്പോൾ ഒരു പേടി വരുന്നത്. പ്ലീസ് തിങ്ക് അബൌട്ട് സെക്യൂരിറ്റി. ഓരോ പൗരനും സെക്യൂരിറ്റി കോൺഷ്യസ് ആവേണ്ട കാലമാണിത്.
ഇനി ഓരോ പൗരനും. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൽ എത്ര മാലിക്കാർ താമസിക്കുന്നുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല. ഡെമോഗ്രാഫി മാറിയിട്ടുണ്ടെന്നും നമുക്കറിയില്ല. അല്ല, അത് അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ISRO ചാരക്കേസിലൊക്കെ പോയി ചാടും. അതുകൊണ്ട് ഈ ടോക്ക് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.